പോലീസ് ആസ്ഥാനത്ത് ഡിജിപിയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ അടിയന്തര യോഗം ചേരുന്നു. എഡിജിപിക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന സംഘമാണ് യോഗം ചേരുന്നത്. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് യോഗം. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, അപ്പോൾ യോഗം ചേരുകയാണ്. ഇപ്പോൾ എഡിജിപിക്കെതിരായ കേസ് അന്വേഷിക്കുന്ന സംഘമാണ് ഡിജിപിയുടെ നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് ചേരുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം യോഗം ചേരുന്നത്. ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിലുള്ള, അതായത് എഡിജിപി MR അജിത്കുമാറിനെതിരെ നടക്കുന്ന അന്വേഷണത്തിൽ ഉൾപ്പെട്ട എല്ലാ സംഘാംഗങ്ങളും പോലീസ് വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഡിജിപി ഷെയ്ഖ് ദർവേസ് സാഹിബ്, IG സ്പർജൻ കുമാർ, DIG തോംസൺ ജോസ്, SP മധുസൂദനൻ, ഷാനവാസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ പോലീസ് ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അത് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു യോഗം ചേരുന്നതെന്ന് കൂടി അറിയാൻ കഴിയുന്നുണ്ട്. അതായത് ഏകദേശം വൈകുന്നേരത്തോടുകൂടി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. യോഗം കഴിഞ്ഞ് ഒരു ധാരണ, അതായത് ഈ റിപ്പോർട്ടിൽ പറയുന്ന വിവിധ ആരോപണങ്ങൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിൽ അന്തിമമായി സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള അടക്കം സംസ്ഥാന പോലീസ് മേധാവി ഇവരോട് വ്യക്തമാക്കുകയും അതിന്റെ തുടർ നടപടികൾ ഇവരോട് വിശദീകരിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും വൈകുന്നേരത്തോടുകൂടി ഈ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടുകൂടി ADGP MR അജിത്കുമാറിനെതിരെ സർക്കാർ നടപടിയെടുക്കുമോ ഇല്ലയോ എന്നുള്ള അടുത്ത ചോദ്യമാണ് ഇനിയിപ്പോൾ പ്രധാനമായിട്ടും വരിക. ഇതിൽ 2 റിപ്പോർട്ടുകളാണ് സമർപ്പിക്കുക എന്നുകൂടി വരുന്നുണ്ട്. ഒന്ന് PV അൻവർ MLA-ക്കെതിരായ ആരോപണങ്ങളിലുള്ള റിപ്പോർട്ട് ഏറ്റവും അടിയന്തരമായി തന്നെ സമർപ്പിക്കും. കാരണം അതിന് അന്വേഷണ കാലാവധി അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു. ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കും. രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് RSS നേതാക്കളുമായി ADGP MR അജിത്കുമാർ നടത്തിയ കൂടിക്കാഴ്ചയാണ്. അതിൽ ഒരു അന്വേഷണം നിലവിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുകളോ മറ്റൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അടിയന്തരമായി അതിന്റെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ DGPക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നിപ്പോൾ DGP റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് സൂചനയെങ്കിൽ അത് അൻവറിന്റെ ആരോപണത്തിലുള്ള റിപ്പോർട്ട് മാത്രമാണോ? അത് RSS കൂടിക്കാഴ്ചയിലുള്ള റിപ്പോർട്ട് കൂടി ഇന്ന് നൽകാനുള്ള സാധ്യതയുണ്ടോ? അതിനുള്ള നീക്കം സംസ്ഥാന പോലീസ് മേധാവി നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ വരെ അറിഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ യോഗത്തിന് ശേഷമായിരിക്കും RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് നടത്തുമോ ഇല്ലയോ സമർപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു ഉറപ്പ് ലഭിക്കുകയുള്ളൂ. എന്തായാലും PV അൻവറിന്റെ ആരോപണങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിക്കും, അക്കാര്യം ഉറപ്പാണ്. ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഒരുപക്ഷെ അടുത്ത 1-2 മണിക്കൂറിനുള്ളിൽ അറിയാൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ് കരുതുന്നത്. കാരണം അതിന്റെ അന്വേഷണം പൂർത്തിയായോ ഇല്ലയോ എന്നുള്ളത് DGP ആണ്. കാരണം DGP നേരിട്ട് അന്വേഷണം നടത്തിയതാണ്. മറ്റൊരു ഉദ്യോഗസ്ഥരും ഇതിന്റെ ഭാഗമായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിലെ തീരുമാനങ്ങൾ അറിയാൻ കഴിയുമെന്നുള്ളതാണ് കരുതുന്നത്. ജിൽസി, തീർച്ചയായും ഹരി, എന്തായാലും അല്പസമയത്തിനകം തന്നെ DGPയുടെ റിപ്പോർട്ട് സംബന്ധിച്ചൊരു നിർണായക തീരുമാനമുണ്ടാകും. ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് അടിയന്തര യോഗം ചേരുന്നു DGPയുടെ നേതൃത്വത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് ഹരിമോഹൻ നൽകിയത്.